ഹലോ പീപ്പിൾ, ദീപൻ മൂവീസിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2025 ഏപ്രിൽ 18-ന് റയൻ കോഗ്ലർ സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ഹൊറർ ചിത്രമാണ് സിന്നേഴ്സ്. കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിരിക്കുന്നത് മൈക്കിൾ ബി ജോർദനാണ്. ഈ സിനിമയുടെ പ്രധാന കഥയെന്ന് പറയുന്നത് രണ്ട് ഇരട്ട സഹോദരന്മാർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും വീട്ടു പ്രശ്നവും കൊണ്ട് അവർ നാട് വിടുകയാണ്. തിരിച്ചവർ ഇലീഗൽ ബിസിനസ് ഒക്കെ ചെയ്ത് നല്ല സെറ്റപ്പിലെത്തിയതിനു ശേഷം തിരിച്ചവരുടെ ഹോം ടൗണിലെത്തുകയാണ്. അതിനുശേഷം അവരുടെ നൈറ്റ് ക്ലബ് പാർട്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവര് വേണ്ടപ്പെട്ട ഫ്രണ്ട്സിനെയും ബന്ധുക്കളെ എല്ലാം വിളിച്ച് ഒരു നൈറ്റിൽ ഒരു ക്ലബ് അങ്ങ് തുടങ്ങി അങ്ങ് പാർട്ടി നടക്കുകയാണ്. ആ നൈറ്റ് ചെയ്യുന്ന ഒരു വാമ്പയർ അറ്റാക്ക് ഉണ്ടാവുകയാണ്. അതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടുന്നുള്ള കഥയൊക്കെയാണ് സിനിമയുടെ പറഞ്ഞു പോകുന്നത്. റയൻ കോഗ്ലറിന്റെ സംവിധാനം ചെയ്ത മുമ്പുള്ള സിനിമകൾ എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാക്ക് പാന്തറിന്റെ വക്കാണ്ട, ബ്ലാക്ക് പാന്തർ, പിന്നെ ക്രീഡൊക്കെ എടുത്ത സംവിധായകനാണ്. ഈ സിനിമ എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് വെച്ചാൽ അത് ഡിപ്പെൻഡ്സ് ഓൺ യു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം എനിക്ക് ഈ സിനിമയുടെ അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ എനിക്ക് വിചിത്രമായിട്ടാണ് തോന്നിയത്. കാരണം ഞാൻ കയറി കണ്ടു നോക്കി, എനിക്ക് ഈ സിനിമ ആവറേജ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒന്നാമത്തെ കാരണം ഈ സിനിമയിൽ നല്ല ലാഗ് ഉണ്ട്. ഒരു ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും ഈ സിനിമയിൽ വ്യക്തമായി കാണിച്ചിരുന്നുണ്ട്, നല്ല ഡീറ്റെയിൽ ആയി. പക്ഷെ അത് ബോർ അടിപ്പിക്കുന്നുണ്ട്, നല്ല എന്റർടൈൻമെന്റ് ആയിട്ടില്ല. പക്ഷെ ഈ സിനിമയുടെ മേക്കിങ്ങും ആക്ഷൻ സീക്വൻസും എല്ലാം കൊണ്ടൊരു മികച്ച സംഭവം ആണെങ്കിൽ പോലും ഇത് സ്ക്രീൻ പ്ലേയിൽ എന്തോ ഒരു കുഴപ്പം വന്നുപോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ലാഗ് അടിച്ചിട്ടുണ്ട്. എന്നെ ഒരു വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലാഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയുടെ മോഡ് ചേഞ്ച് ചെയ്യണമെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫിലാണ്. ഈ വാമ്പയേഴ്സ് അറ്റാക്കും ഈ ക്യാരക്ടറിസ്റ്റിക്കിന്റെ പെർഫോമൻസും എല്ലാം പീക്കാണെന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. അത് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞ. പക്ഷേ ഒരു പോരായ്മ എന്ന് പറയുന്നത് ചെറിയ ലാഗ് ഈ സിനിമയിലുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയത്തില്ല. അത് ഡിപ്പെൻഡ്സ് ഓൺ യു ആണ്, എനിക്ക് അതേ പറയാനുള്ളൂ. പക്ഷെ എനിക്ക് ഈ സിനിമ ആവറേജ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ആക്ഷൻ സീക്വൻസ് ഒക്കെ വേറെ ലെവലാണ്. മേക്കിങ്ങും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, ഒരു രക്ഷയില്ല. പിന്നെ WBന്റെ സിനിമയാണ്, വാർണർ ബ്രോസിന്റെ സിനിമയും കൂടെയാണ്. അപ്പം നല്ല വൃത്തിയിൽ പണിയെടുത്തൊരു സിനിമ തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. പക്ഷെ സ്ക്രീൻ പ്ലേ കൂടെ ശ്രദ്ധിക്കേണ്ടായിരുന്നു എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ. എങ്ങനെ നോക്കിയാലും സിനിമ ഒരു ആവറേജിന് മുകളിലുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഒരു ആവറേജേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം. ചിലപ്പോൾ ടോപ്പ് നോച്ച് ആയിരിക്കാം, ചിലപ്പോൾ ആവറേജ് ആയിരിക്കാം. അത് നിങ്ങളെ ഡിപ്പെൻസ് ആയിരിക്കും. അപ്പൊ ഇത്രയൊക്കെയുള്ള സിനിമേഴ്സ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സിനിമ ആമസോൺ പ്രൈം വീഡിയോ വഴി ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്.